ഇസ്രായേൽ, ഈജിപ്റ്റ് യാത്രകളെ പറ്റിയുള്ള പലതരത്തിലുള്ള ഇൻസിഡൻസ് ഞാൻ എൻ്റെ ചാനലിൽ കൂടെ ഇട്ടിരുന്നു. 5-8 എപ്പിസോഡ് ആയിട്ടാണ് ഇട്ടത്. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ അമേരിക്കയിലെ യാത്രയിലുണ്ടായ ഇതുപോലെയുള്ള രസകരമായ സംഭവങ്ങളാണ് ഞാനിപ്പോൾ വിവരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ 2016 എനിക്ക് അമേരിക്കൻ വിസ കിട്ടിയത്. അപ്പം വിസ കൈ കിട്ടിക്കഴിഞ്ഞപ്പോൾ യാത്ര ചെയ്യണമെന്നുള്ള ഒരാഗ്രഹം മനസ്സിൽ വന്നു. അമേരിക്ക എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്നുള്ളൊരു സ്വപ്നം സഫലീകരിക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് വിസ അറേഞ്ച് ചെയ്യുന്നത് ട്രാവൽ ഏജൻറ്റ് തന്നെ ഒരു പാക്കേജ് അറേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഞങ്ങളെ വിളിച്ചു, ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു. ഒരു സെപ്റ്റംബർ മാസമായിരുന്നു. ഓഫീസിലെ ജോലികളൊക്കെ മാക്സിമം ഒതുക്കി ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഡേറ്റ് തന്നെയായിരുന്നു കിട്ടിയത്. അപ്പോൾ ആ ഗ്രൂപ്പിൽ ഞങ്ങൾ ചേർന്നു. ഇപ്പം അമേരിക്കൻ വിസ മറ്റുള്ള ആളെ ആ ഒരു ഗ്രൂപ്പിനുള്ള ആളെ കിട്ടുവാൻ വളരെ ശ്രമകരമാണ്. കാരണം വിസ B1 B2 വിസ ഉള്ളവർക്ക് മാത്രമേ അമേരിക്കയിൽ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കേരളത്തിൽ നിന്ന് തന്നെ തിരുവനന്തപുരത്തു നിന്നുണ്ട്, കൊച്ചിയിൽ നിന്നുണ്ട്, പാലായിൽ നിന്നുണ്ട്, കോഴിക്കോട് നിന്നുണ്ട്, അങ്ങനെ 5-6 സെൻറ്ററുകളിൽ നിന്നായിട്ടാണ് 50 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് അറേഞ്ച് ചെയ്തത്. അപ്പോൾ ഒരു സെപ്റ്റംബർ മാസം 2016 ഞങ്ങൾ അമേരിക്കയിൽ ഷിക്കാഗോ സിറ്റിയിൽ എത്തി. ഓഹെയർ എയർപോർട്ടിലാണ് ഞങ്ങൾ ചെന്നത്. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് നമ്മുടെ ഈ പാസ്പോർട്ടും വിസയും ഒക്കെ ഉണ്ടെങ്കിലും അവിടെ ഒരു ഇമിഗ്രേഷൻ പോയിൻ്റ് ഉണ്ട്. അവിടെ നമ്മൾ ലഗേജുമായിട്ട് പോകുന്ന വഴിക്ക് നമ്മുടെ പുറകെ ഡോഗ് സ്ക്വാഡുണ്ട്. അവർ നമ്മളെ മണക്കും, നമ്മുടെ ബാഗുകൾ മണക്കും. നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ നടന്നു പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഇറഗുലാരിറ്റി ഉണ്ടെങ്കിൽ പട്ടി കൂടുതൽ ആ ബാഗിനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഇമിഗ്രേഷൻ പോയിന്റിൽ ഞങ്ങൾ ക്യൂ നിന്ന് ഓരോരുത്തരെ കയറ്റി വിടുന്നുണ്ട്. അപ്പോൾ എന്നോട് ഞങ്ങൾ രണ്ടുപേരും ലൈനായിട്ട് ഒരേ ക്യൂവിൽ നിന്നു. എത്ര ദിവസത്തെ പരിപാടിയൊക്കെ ഉണ്ടെന്നൊക്കെ ഞങ്ങളോട് ചോദിച്ചു. അപ്പോൾ ഇവരുടെ ഇംഗ്ലീഷ് ഇവർ വാദമൊന്നും സംസാരിക്കത്തില്ല. നമ്മളെയൊക്കെ ഒരു തേർഡ് റേറ്റ് പോലെയാണ് അവർ. ആ ഒരു മൈൻഡോട് കൂടിയായിരിക്കും. അപ്പോൾ വളരെ ഒന്നും മനസ്സിലാകുന്നില്ല. 1-2 വാക്കുകളൊക്കെ മനസ്സിലായുള്ളൂ. അപ്പം നമ്മുടെ പതിവ് ശൈലി, അതായത് ഞങ്ങൾ പിന്നെ ഗ്രൂപ്പെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്നും അവർക്ക് കേൾക്കണ്ട. അത് കഴിഞ്ഞ് നമ്മുടെ റിട്ടേൺ ടിക്കറ്റ് ചോദിച്ചു. അപ്പോൾ അത് കയ്യിലുണ്ടായിരുന്നു. കോപ്പി കൊടുത്തു. ഞങ്ങൾക്ക് ഇമിഗ്രേഷന് ക്ലിയർ ചെയ്ത് തന്നു. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു അച്ഛൻ്റെ ഫോട്ടോ മിസ്മാച്ച് വന്നു. അപ്പോൾ അച്ഛനെ അവിടെ ഒരു 10-15 നേരം പിടിച്ചു നിർത്തി. ഞങ്ങളുടെ ടൂർ ഓപ്പറേറ്ററോ ഒക്കെ മുഖേന അത് അപ്ഡേറ്റ് ചെയ്ത് അദ്ദേഹത്തെ ക്ലിയർ ചെയ്ത് വിട്ടു. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇമിഗ്രേഷൻ പോയിന്റ് കഴിഞ്ഞ് ഞങ്ങളുടെ ബാഗില്ല, എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാവരും ക്ലിയറൻസിന് വേണ്ടി വേറെ കൂട്ടത്തിലുള്ളവർ വരാൻ വേണ്ടിയൊക്കെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ഒരു വലിയ ക്രൗഡായി. ഞങ്ങളുടെ ബാഗൊക്കെ ഞങ്ങളുടെ തന്നെ ഉണ്ട്. അപ്പോൾ ഈ പട്ടി, ഡോഗ് സ്ക്വാഡിൻ്റെ പട്ടി ഇങ്ങനെ മണത്ത് നടക്കുവാണ്. അപ്പോൾ ഒരു ലേഡിയുടെ ബാഗ് ലൊക്കേറ്റ് ചെയ്ത് തെരുതരെ പട്ടി കുറയ്ക്കാൻ തുടങ്ങി. അപ്പോൾ അത് ഈ ഡോഗ് സ്ക്വാഡിൻ്റെ സീനിയർ ലേഡി ഓഫീസറായിരുന്നു. അവർ നോട്ട് ചെയ്തു. അവർ ഉത്തരവാദിത്തപ്പെട്ടവരെ കൊണ്ടുവന്ന് ആ ബാഗ് തുറന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അത് ഇരുന്നത് കറിവേപ്പിലയാണ്, നല്ല നാച്ചുറൽ കറിവേപ്പില. പക്ഷേ അത് അവിടെ ഇറക്കാൻ സമ്മതിക്കത്തില്ല. കാരണം അമേരിക്കയിൽ അത് കൊണ്ടുവന്ന് അത് മാർക്കറ്റിൽ അത് അവരുടെ വീട്ടിൽ കൊണ്ടുപോയാലും എന്തായാലും അതിൻ്റെ എന്തെങ്കിലും പച്ചപ്പ് എവിടെയെങ്കിലും ഇട്ടാൽ അത് ഫംഗസ് വരും എന്നുള്ളതാണ് അവരുടെ കോൺസെപ്റ്റ്. അതുകൊണ്ട് അവിടെ മാർക്കറ്റിൽ അത് അവരവിടെ കൊണ്ടുവരാൻ സമ്മതിച്ചില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെയുള്ള ചെറിയ മിസ്ലീഡിങ്സ് അവർ കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തും. അപ്പോൾ അത് പിന്നീട് എപ്പം വന്നാലും അവർ ബാഗ് ചെക്ക് ചെയ്യും. ഇതാണ് ഇവിടുത്തെ ഒരു വലിയ പ്രശ്നം അമേരിക്കയിലെ. അപ്പോൾ ഞങ്ങൾ ഈ ഇമിഗ്രേഷൻ കടന്നു കഴിഞ്ഞ് ഞങ്ങളുടെ 50 പേരുള്ള ഗ്രൂപ്പാണ്. 50 പേരുടെയും ഇമിഗ്രേഷൻ കടന്നു കഴിഞ്ഞാണ് ഞങ്ങൾ ബസ്സിൽ കയറാൻ പോയത്. അപ്പോൾ അങ്ങനെ ജീവിതത്തിലെ ഒരു സ്വപ്ന സാഫല്യമായ അമേരിക്കയിൽ കാലുകുത്തി ഷിക്കാഗോ ഓഹെയർ എയർപോർട്ടിൻ്റെ വെളിയിലേക്ക് ഞങ്ങൾ വന്നു. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ലോകം. US-ൻ്റെ ഈ ലോകത്തിലെ എല്ലാ ഫ്ലൈറ്റുകളും ഓഹെയർ എയർപോർട്ടിലുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ബസ് ഞങ്ങളെ വന്നു കയറ്റിക്കൊണ്ട് പോയി. ഒരു നീളമുള്ള 50 പേർക്കുള്ള ഒരു ബസ്സാണ്. നീളമുള്ളൊരു ബസ്സായിരുന്നു.
ഞങ്ങളുടെ ഡ്രൈവർ ഹംബർട്ടോ ആണ്, പോർച്ചുഗൽ. അദ്ദേഹം വളരെ ആക്റ്റീവായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. അങ്ങനെ ഞങ്ങളെ ബസ്സിൽ കയറ്റി അന്ന് ഉച്ചയ്ക്ക് ഒരു ചിക്കാഗോ സിറ്റി വ്യൂ ഒരു ട്രിപ്പ് പോകുന്നുണ്ട്. അത് ഈ ട്രിപ്പ് പോകുന്ന വഴിക്ക് തന്നെ ചിക്കാഗോ സിറ്റി വ്യൂ ആണ്. ബസ്സിൽ നിന്ന് ഇറങ്ങുന്നൊന്നുമില്ല, അങ്ങനെ ഓടി നടന്ന് ട്രംപ് ടവർ, ചിക്കാഗോ ലേക്കിൻ്റെ അവിടെ ഒരു 10 മിനിറ്റ് നിർത്തിയായിരുന്നു. അങ്ങനെ ഇറങ്ങി ചിക്കാഗോ മെയിൻ സെൻറ്ററിൽ വന്ന് അവിടെ റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറി. ചിക്കാഗോ സിറ്റിക്ക് മറ്റൊരു പേരുണ്ട്, ആർക്കിടെക്ചറൽ സിറ്റി. അതായത് 1800 കാലഘട്ടങ്ങളിലാണ്, 1879 അവിടെ തീ പിടിച്ച് ചിക്കാഗോ സിറ്റി മുഴുവൻ കത്തി കരിഞ്ഞു പോയി. അതിനുശേഷം അവരവിടെ റീബിൽറ്റ് ചെയ്തതാണ് ഇപ്പം കാണുന്ന ചിക്കാഗോ. വളരെ പ്ലാൻ ചെയ്ത ഒരു സിറ്റിയാണ്. അപ്പോൾ ഇപ്പോൾ ഈയിടെ കാലിഫോർണിയയിൽ സിറ്റി കത്തിപ്പോയെന്ന് പറഞ്ഞ് അമേരിക്ക അത് മറ്റൊരു റിവൈവറാക്കി മാറ്റും. അതാണ് അമേരിക്കയുടെ പ്രത്യേകത. അവിടെ നിലവിലുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്നാലും അത് മറന്നു പോകത്തക്ക രീതിയിലുള്ള ഡെവലപ്മെൻറ്റും കാര്യങ്ങളും ഇനി കാലിഫോർണിയ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യും. അപ്പോൾ അത് കൂടുതൽ നഷ്ടപ്പെടുന്നതിനേക്കാളും കൂടുതൽ ഭംഗിയായി കാലിഫോർണിയ കത്തിയോടം വരും. ഇതൊക്കെയാണ് അമേരിക്കയുടെ ഡെവലപ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കൂടുതൽ തൊഴിലും കാര്യങ്ങളും ഒക്കെ വേണ്ടി കെട്ടിടങ്ങൾ വരും, തൊഴിലുകൾ തെളിഞ്ഞ് വരും, അവിടെ അങ്ങോട്ട് ഫണ്ട് കൂടുതൽ ഒഴുകും, അവിടെ നഗരം ആകും. അങ്ങനെ അതൊരു വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറും. ഇങ്ങനെയാണ് അമേരിക്ക ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ കാലിഫോർണിയയിലെ ഒരു കാര്യം കൂടെ പറയാം. ഞാനവിടെ ഒരാളോട് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ കാറ്റത്ത് വന്ന് വെറുതെ വന്ന് തീ പിടിക്കുന്നതൊന്നും അല്ല. അവിടെ വെള്ളി, ശനി, ഞായറൊക്കെ എല്ലാവരും ഹണ്ടിങ്ങിനൊക്കെ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് പോകും, ജീപ്പൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പം ഇതൊന്നും അത്ര കൺട്രോൾഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. അപ്പോൾ അവരവിടെ ഫോറസ്റ്റിൽ തീയൊക്കെ കത്തിച്ച് എൻജോയ് ചെയ്ത് അവിടെ ഒന്നെങ്കിൽ ടെൻറ്റൊക്കെ കെട്ടി താമസിച്ച് തിരിച്ചു പോരും. അപ്പോൾ അവിടെ ഇവിടെ കിടക്കുന്ന തീയാണ് ഈ കയറി പിടിച്ച് ഇത് മുഴുവൻ കത്തുന്നത്. ഇങ്ങനെയാണ് സംഭവിച്ചതെന്നാണ് അവിടെയുള്ള ഒരാൾ എന്നോട് പറഞ്ഞത്. ഒരു പക്ഷേ അത് തന്നെയായിരിക്കും സംഭവം, തീ പിടിച്ചത് അങ്ങനെയാകാം. എന്തായാലും കാലിഫോർണിയ അത് വലിയ നഷ്ടമാണ് അമേരിക്ക വന്ന്. പക്ഷേ അവരതൊക്കെ സർവേ ചെയ്യും. ഇതാണ് അന്ന് എനിക്കുണ്ടായ അമേരിക്കയിലെ ഒരു സംഭവം. താങ്ക് യു. എൻ്റെ വീഡിയോ ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു ഇൻസിഡൻസുമായി ഞാൻ അടുത്ത ദിവസം നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. നമ്മുടെ ബസ്സിലെ ഡ്രൈവർ ഹംബർട്ടോയെ പറ്റിയാണ് അടുത്ത ഒരു കഥ. അത് നാളെ തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കും. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.